ഇതിൽ പറയുന്നത് എങ്ങനെ നമുക്കൊരു കോൺസേണിനകത്ത് നമുക്ക് ഒരു മിഡി കീബോർഡ് കണക്ട് ചെയ്യാം. മിഡി അല്ലെ നമ്മളിപ്പം അറേഞ്ചർ ആയിക്കോട്ടെ, വർക്ക് സ്റ്റേഷൻ ആയിക്കോട്ടെ, മിഡി കീബോർഡ് ആയിക്കോട്ടെ, എങ്ങനെ കണക്ട് ചെയ്യാം. ആദ്യം ആ കീബോർഡിൻ്റെ ഡ്രൈവർ നമ്മുടെ മാക്കിൽ ഇൻസ്റ്റാൾ ആയിരിക്കണം. ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് യമഹയുടെ മോക്ക് 6 എന്ന കീബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർ എനിക്കുണ്ട്, ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ മിഡി കീബോർഡിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെ കീബോർഡ് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ലേഔട്ടിലോട്ട് വരിക. അതിന് ഏത് മിഡി കീബോർഡ് എന്തും ആകട്ടെ, വന്നതിന് ശേഷം നമുക്ക് കീബോർഡ് സിങ്ക് ആക്കാനായിട്ട് ഈ കീബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു കാര്യം ചോദിക്കും. അവിടെ അസൈൻ കൊടുത്തിട്ട് നമ്മുടെ കീബോർഡിൽ ഏതെങ്കിലും കട്ട പ്ലേ ചെയ്യുന്ന സമയത്ത് കണ്ടോ അവിടെ കണ്ടോ എനിക്ക് ഇവിടെ യമഹയുടെ മോക്സ് ഡ്രൈവർ ആക്റ്റീവായി. അതുപോലെ നമ്മൾ ഓരോന്നും അസൈൻ ചെയ്യണം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അസൈൻ വരിക. ഇവിടെ കണ്ടോ ഞാൻ ലോഞ്ച് പാഡ് വെച്ചാണ് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലോഞ്ച് പാഡിൻ്റെ ഇതാണ് കാണിക്കുന്നത്. അസൈന് വേണ്ടി ഞാൻ അവിടെ കിട്ടിയത് ബെൻഡ് ഒന്നാണ് കൊടുക്കുന്നത് കീബോർഡിൻ്റെ. അപ്പോൾ കണ്ടോ യമഹയുടെ ബെൻഡ് അതിൽ ആഡായി. അടുത്ത ഇത് മോഡുലേഷൻ സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ ഞാൻ മോഡുലേഷൻ തന്നെ കൊടുക്കും. യമഹയുടെ മോഡുലേഷൻ അവിടെ അസൈനായി. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. സസ്റ്റെയിൻ പെഡലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കണ്ടോ അത് ലോഞ്ച് പാഡ് സസ്റ്റെയിൻ ആണുള്ളത്. ഞാൻ സസ്റ്റെയിൻ പെഡൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം കീബോർഡിൻ്റെ സസ്റ്റെയിൻ പെഡലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ സസ്റ്റെയിൻ പെഡൽ അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം എഡിറ്റിലോ പെർഫോമിലോ വന്ന് നമുക്ക് വായിക്കാം. കണ്ടോ സസ്റ്റെയിൻ ചെയ്യുന്ന ഞാൻ സസ്റ്റെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ സസ്റ്റെയിൻ വരുന്നുണ്ട്. ഇനി നോക്കുക ബെൻഡ് കണ്ടോ ബെൻഡ് കൊടുക്കുമ്പോൾ അത് ആക്റ്റീവ് ആവുന്നുണ്ട്, മോഡുലേഷൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കീബോർഡ് കണക്ട് ചെയ്യുന്ന പരിപാടി ചെയ്യുന്നത്. ബാക്കി ഓരോ ടോണ് മാറുന്നതൊക്കെ ഓരോ മിഡി കീബോർഡിൻ്റെ പ്രത്യേകതയാണ്.